നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ഗ്രഹങ്ങളുടെ രാശിമാറ്റം നമ്മളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുമല്ലോ. ഗ്രഹങ്ങൾ ചെറിയ ഒരു കാലയളവിലേക്ക് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ 12 രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്നു. ചില രാശിക്കാർക്ക് ഗുണവും ചിലർക്ക് ദോഷവും സംഭവിക്കുന്നു. ഇത് ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ വ്യാഴം, ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റ സമയത്തിൻ്റെ കാലയളവ് ദീർഘമാണ്. ഇവിടെ വിദ്യാകാരകനും കുടുംബകാരകനും 4ാം ഭാവകാരകനും മാതുലകാരകനും എഴുത്തുകാരകനുമായ ബുധനാണ് മെയ് 31 ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത്. ജൂൺ 13 വരെ അവിടെ സഞ്ചരിക്കും. സമ്പത്തിൻ്റെ കാരകനും ആർഭാടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരകനായ ശുക്രൻ്റെ രാശിയിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത്. ഈ സഞ്ചാരം 6 രാശികളിലെ 18 നക്ഷത്ര ജാതകർക്കാണ് ഗുണം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശി, മേടത്തിൻ്റെ 2-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. കർക്കിടകൻ രാശി, കർക്കിടകത്തിൻ്റെ 11-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ചിങ്ങൻ രാശി, ചിങ്ങത്തിൻ്റെ 10-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. തുലാം രാശി, തുലാമിൻ്റെ 8-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ധനു രാശിയുടെ 6-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. കുംഭത്തിൻ്റെ 4-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ഇതാണ് 6 രാശികൾ. ഇത് എങ്ങനെയെന്ന് വിശദമായി പറയാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്നതാണല്ലോ മേടക്കൂറ്. മേടക്കൂറിൻ്റെ 2-ൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ഇവർക്ക് കുടുംബസുഖം, സന്തോഷം, ധന അഭിവൃദ്ധി, നല്ല ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, കുടുംബസ്വത്ത് കിട്ടും. കുടുംബസ്വത്ത് കിട്ടാതിരുന്നത് കിട്ടുക, കിട്ടാതെ കിടന്ന പണം തിരികെ കിട്ടുക, ആൾക്കാർ കടം മേടിച്ചുകൊണ്ട് പോയതൊക്കെ, ബന്ധുക്കളുടെ ശത്രുത മാറും, സഹോദരങ്ങൾക്ക് സന്താനങ്ങൾക്ക് ഉന്നതി, ആർഭാട ജീവിതം ഉണ്ടാകും, എൻട്രൻസ് എഴുതിയ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടും, ആൾക്കാരുമായി നല്ല രീതിയിലുള്ള സംസാരം, വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും, വിദേശത്ത് തൊഴിൽ ലഭിക്കാതെ ഇരുന്നവർക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നത് രത്നാഭരണങ്ങൾ വരെ സമ്മാനമായി കിട്ടാനുള്ള ഒരു അവസരമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള അവസരവും ഇവർക്കുണ്ടാകും. അപ്പോൾ പൊതുവെ ഇവർക്ക് പ്രശസ്തിയും അംഗീകാരവും കിട്ടും, വാക്കിന് വിലയുണ്ടാകും. 2. കർക്കിടകക്കൂറ്, പുണർദം, കാൽ, പൂയം, ആയില്യം ഇത് ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൻ്റെ 11-ലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ആരോഗ്യം, കുടുംബസുഖം, ധനാഗമം, ബന്ധുസ്നേഹം മുതലായവയാണ് ഇവർക്ക് കിട്ടുന്നത്. ജോലി സ്ഥലത്ത് പ്രശംസയ്ക്ക് പാത്രമാകും. ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യത, അതുമൂലം ഒരു സ്ഥാനചലനം ചിലപ്പോഴുണ്ടാകും. ഗവൺമെൻറ് ജോലിക്ക് ടെസ്റ്റ് എഴുതിയവർക്ക് ജോലി കിട്ടാൻ സാധ്യത. 3, 12 കൂറിൻ്റെ അധിപനായ ബുധൻ 11-ൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വിദ്യയ്ക്ക് അനുകൂലമായ സമയം, കുട്ടികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും, ബന്ധുക്കളിൽ നിന്ന് സഹായം കിട്ടും, റിയൽ എസ്റ്റേറ്റുകാർക്കും കലാകാരന്മാർക്കും നല്ല സമയം, യുവമിഥുനങ്ങൾക്ക് വിവാഹം നടക്കും, സന്താന സൗഖ്യം, കുടുംബസുഖം എന്നിവയും ലഭിക്കും. വ്യവഹാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം. പിന്നെ ചിങ്ങക്കൂറാണ്. മകം, പൂര, ഉത്തരം, കാൽ ചേർന്ന ചിങ്ങക്കൂറിൻ്റെ 10-ലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴൻ്റെ കർമ്മസ്ഥാന സ്ഥിതിയും ബുധശുക്രന്മാരുടെ ഇഷ്ടസ്ഥിതിയും ധാരാളം ഭാഗ്യങ്ങൾ നൽകുന്നു. ഗ്രഹസുഖമുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. നല്ല അനുഗ്രഹീതമായ സമയമാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക്. പുതിയ തൊഴിൽ മേഖലയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ബിസിനസ്സുകാർക്കും നല്ല അനുകൂല സമയം. 2ഉം 12ഉം ഭാവാധിപനായ ബുധനാണ് 10-ലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പുതിയ സ്ഥാനലാഭവും ശത്രു പരാജയവും ഫലമായിട്ടുണ്ടാകും. ഇനി തുലാക്കൂറ്, ചിത്തിരയാര, ചോതി, വിശാഖം, മുക്കാല് ചേർന്ന തുലാക്കൂറാണ്. അപ്പോൾ ഈ തുലാക്കൂർ എന്ന് പറയുന്നത് 12, 9 രാശ്യാധിപനാണ് ബുധൻ. തുലാമിൻ്റെ 8-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് സ്വത്ത് കിട്ടാൻ സാധ്യത, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പോകാനുള്ള സാധ്യത, സന്താനങ്ങളുടെ ഉദ്യോഗത്തിനും വിവാഹാദി മംഗളകാര്യങ്ങൾക്കും ഈ സമയം ശ്രമിക്കാം.
ഔദ്യോഗിക രംഗത്ത് ശോഭിക്കും. ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ്. ധനുക്കൂറ് മൂലം പൂരാട ഉത്തരാടം കാൽ ചേർന്ന ധനുക്കൂറിൻ്റെ 6-ലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 7ഉം 10ഉം ഭാവാധിപനാണ് ബുധൻ. ധനുക്കൂറിൻ്റെ 7ഉം 10ഉം ഭാവാധിപനാണ് ബുധൻ. ശത്രുജയം, അന്നവസ്ത്രാദി ലാഭം, ഇതാണ് ഫലം. പങ്കാളികളുടെ പിണക്കം മാറും. ഈ നക്ഷത്രങ്ങളിലുള്ള കുട്ടികൾക്ക് പഠിത്തത്തിൽ വളരെ ശ്രദ്ധ വരുമെന്നുള്ളതാണ് ഈ സമയത്ത്. ബുധൻ്റെ വക്രസ്ഥിതി വീട്ടിനും സന്താനങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും അനുകൂല അവസരം പ്രദാനം ചെയ്യും. കൃഷിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പൊതുവെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലേക്ക് കയറ്റം കിട്ടും. ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. പൊതുവെ കുടുംബത്തിൽ സന്തോഷം. ഇനി കുംഭക്കൂറുകാരാണ്. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി, മുക്കാൽ ചേർന്ന കുംഭക്കൂറ്. 5ഉം 8ഉം ഭാവാധിപനായ ബുധൻ സഞ്ചരിക്കുന്നത് 4-ലൂടെ. ഗ്രഹവാഹന യോഗം, മാതൃസുഖം, കുടുംബസുഖം, ധനസമൃദ്ധി തുടങ്ങിയവ ഫലം. ശനിയുടെ ചില ദോഷങ്ങൾ ഈ രാശിക്കാർക്കുണ്ടെങ്കിലും ഈ സമയം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. പുതിയ ഉദ്യോഗ നേട്ടങ്ങൾ, പ്രൊഫഷണൽസിന് നല്ല സമയം. മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം. ഗ്രഹം നന്നാക്കാനും വാഹനം മാറ്റി വാങ്ങാനുമുള്ള അവസരമാണിത്. പൊതുവെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. അപ്പോൾ ഈ 6 രാശിക്കാർക്കാണ് ഇതിൽ നിന്നുള്ള ഈ ബുധൻ്റെ ഇടവത്തിലേക്കുള്ള സഞ്ചാരത്തിൽ നിന്നും ഈ 6 രാശിക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളാണ് ഞാൻ മേൽ വിവരിച്ചത്. ഇതൊരു ചെറിയ പീരീഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ സമയത്തിൽ തുടക്കമിടാൻ പറ്റിയ സമയമാണ്. ഈ സമയത്ത് ബുദ്ധിപൂർവ്വം അവസരം വിനിയോഗിക്കുക. അങ്ങനെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പ്രാർത്ഥനയോടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.